ഹലോ, നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മൾ വന്നിട്ടുള്ളതും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയൂണ് കറികളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ദിവസത്തെ കുറച്ച് കാര്യങ്ങളായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പം ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാട്ടാ. പിന്നെ നമ്മൾ കുറച്ച് പഴയ ശീലങ്ങളൊക്കെ ഒന്ന് പൊടി തട്ടി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് നാളായിട്ട് എക്സസൈസോ ഒന്നും ഉണ്ടായിരുന്നില്ല, നടക്കാൻ പോക്കും ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യമൊക്കെ നടക്കാൻ പോയിരുന്നതാണ്. ഒരു ദിവസം മടി പിടിച്ചിരുന്നാൽ പിന്നെ നമ്മൾ അങ്ങനെ ഇരുന്ന് പോകും. അങ്ങനെ ഓരോരോ കാരണങ്ങൾ. അപ്പോൾ നേരം വെളുക്കുമ്പോൾ ഇരിക്കുമ്പോൾ ഇന്ന് വേണ്ട നാളെ ആവാന്ന് വിചാരിച്ച് അങ്ങനെ ഓരോരോ കാരണങ്ങൾ ഓരോ ദിവസങ്ങൾ അങ്ങനെ പോയി പിന്നെ പോവാതെയാവും. അപ്പോൾ ഇപ്പം പോവാതെ പറ്റാതായിട്ടാ. എന്താണെന്ന് വെച്ചാൽ ഡോക്ടറെ കാണിച്ചപ്പോൾ ചെറിയൊരു ഫാറ്റ് ലിവറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചെറുതായിട്ട്. അപ്പോൾ എന്തായാലും നടക്കണം എന്ന് വിചാരിച്ചു. ഡോക്ടർ എന്തായാലും നടക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്നാൽ പിന്നെ തൊട്ടത് തന്നെയാണ് പാർക്ക്. അപ്പോൾ മടി പിടിച്ചിരിക്കണോണ്ടാണ്. അപ്പം ഇന്ന് തൊട്ടിട്ട് എന്തായാലും നടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കാലത്ത് എഴുന്നേറ്റ് ഇത് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ കുറച്ച് കഴിച്ചിട്ട് പിന്നെ ഒരു കോഫിയൊക്കെ ഇട്ട് കുടിച്ച് ഇതേ നമ്മൾ നടക്കാൻ പോയി. അപ്പോൾ അവിടെ കുറച്ച് നേരമൊക്കെ ഒന്ന് നടന്ന്. അപ്പോൾ നല്ലതാണ് കേട്ടോ. ശരിക്കും ഒരു 6-7 മണിയാകുമ്പോഴേക്കും നടക്കാൻ പോകുമ്പോൾ നല്ല ഒരു സുഖമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അത് നമ്മൾ വൈകിട്ട് എനിക്ക് നടക്കാൻ ഒട്ടും ഇഷ്ടമല്ല. കാലത്ത് നടക്കണം, പക്ഷെ അത് എഴുന്നേറ്റ് കിട്ടാനാണ് കുറച്ച് ബുദ്ധിമുട്ട്. അപ്പം എനിക്ക് കമ്പനിക്കായിട്ടൊരു ആളെ കൊണ്ടുവന്നതാണ് കേട്ടോ. ആള് ഒരിത്തിരി നടന്നിട്ട് പറഞ്ഞു, ഇനി അമ്മ പോയി നടന്നോ, ഞാനും ഇവിടെ ഇരിക്കാമെന്ന് പറഞ്ഞു. ആളതേ അവിടെ പാട്ടും കേട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം വൈകിട്ടാണ് നടക്കാറ്. അപ്പം കാലത്ത് എഴുന്നേൽപ്പിച്ച് കൊണ്ടുവന്നതിൻ്റെ ചെറിയൊരു വിഷമമുണ്ട് മുഖത്ത്. അപ്പം ഞാൻ ഒറ്റയ്ക്ക് തന്നെ നടന്നു. അങ്ങനെ ഇതേ നടത്തൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ ഒന്ന് അവിടെ ഒന്ന് ക്ഷീണമൊക്കെ മാറ്റി പിന്നെ ഇതേ നമ്മൾ വീട്ടിലേക്ക് പോരണം കേട്ടോ. അപ്പോൾ ഇത് 2 മൈനേനെയൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ സ്കൂളിൽ പോകുമ്പോഴാണ് ഒറ്റ മൈനേനെ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ പോവാനേ ഭയങ്കര വിഷമമാണ്. എന്താവും സ്കൂളിൽ ചെന്നിട്ടെന്നുള്ള ആലോചിച്ചിട്ട്. അപ്പം ഇന്ന് എന്തായാലും 2 മൈനേനെയൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേ നമ്മൾ വീട്ടിൽ വന്ന് പിന്നെ ഒന്ന് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് നമ്മൾ എന്തായാലും എഴുന്നേറ്റ് ഒന്ന് കുറച്ച് നേരം ഒന്ന് പുറത്ത് നിൽക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ആ ചെടികളൊക്കെ നോക്കി കുറച്ച് നേരമൊക്കെ ഒന്ന് പുറത്ത് നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് എനർജിയാണ് എനിക്ക്. അത് നിർബന്ധമായിട്ട് ഞാൻ എല്ലാ ദിവസവും എഴുന്നേറ്റ് കുറച്ച് നേരം പുറത്ത് ആ ചെടികളൊക്കെ ഒന്ന് നോക്കി നിൽക്കും കേട്ടോ. അപ്പം അത് നമുക്ക് ഒരു ദിവസം തുടങ്ങുമ്പോൾ തരുന്നൊരു സന്തോഷം ചെറുതൊന്നല്ല എനിക്ക് തോന്നാറ്. അപ്പോൾ നമ്മുടെ പച്ചക്കറികളൊക്കെ തക്കാളിയും ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യം പഴുത്ത തക്കാളിയൊക്കെ കിളി കൊത്തി ഇട്ടാ. അപ്പോൾ അത് അവർ തിന്നട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഇനി പഴുക്കുമ്പോൾ നമുക്ക് പൊട്ടിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം നല്ല കാറ്റായിരുന്നു കുറച്ച് ദിവസം. അപ്പോൾ പയറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ഇതായിട്ട് ഇലകളൊക്കെ കുറച്ചൊക്കെ നാശമായിട്ടുണ്ട് കേട്ടോ. പിന്നെ പൂക്കളും ഒക്കെ വീണിട്ടൊക്കെ ഉണ്ട്. നല്ല കാറ്റായിരുന്നു കുറേ ദിവസം. അപ്പോൾ ഇപ്പോഴും മങ്ങി നിൽക്കുന്നുണ്ട്. മഴയൊന്നും പെയ്തിട്ടില്ല. മഴ പെയ്യുമെന്ന് വിചാരിക്കും. അങ്ങനെ മൂടിക്കെട്ടി നിൽക്കുക. പക്ഷെ ഇതുവരെയായിട്ട് മഴയൊന്നും പെയ്തിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ ആ ചീഞ്ഞ തക്കാളിയൊക്കെ ഒന്ന് കൊത്തിയ തക്കാളിയൊക്കെ ഉണ്ടായിരുന്നു, കിളി കൊത്തി പകുതിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു തക്കാളിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പൊട്ടിച്ച് കളയാണ്. ഇപ്പം നമ്മുടെ റോസൊക്കെ കുറേ പൂവൊക്കെ ഇട്ടു. അപ്പം പിന്നെ ഞാനതൊക്കെ വെട്ടിക്കൊടുത്തപ്പോൾ വീണ്ടും പൊടിച്ചു വന്ന് അതിൽ മുട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വീണ്ടും പൂവൊക്കെ ഇട്ട് തുടങ്ങിയിട്ടാ. അപ്പോൾ ഓരോന്നായിട്ട് വീണ്ടും ഇട്ട് തുടങ്ങിയിട്ടാ പൂവൊക്കെ. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം കണ്ട് പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണത് പോണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഇന്ന് ഞാൻ ദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ദോശയ്ക്കുള്ള മാവൊക്കെ റെഡി ആയിരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ നടക്കാൻ പോണായിട്ട് മുമ്പ് തന്നെ ചേട്ടനുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു.
പിന്നെ ഇനി മക്കൾക്കും എനിക്കാണ്. അപ്പോൾ അതേ മോൻ ട്യൂഷന് എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോൾ അവനുള്ള കാപ്പി ആദ്യം ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ കാപ്പി കുടിച്ചിട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ ബ്രേക്ക് ടൈം കിട്ടുമ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരാറുള്ളത് അവൻ. അപ്പോൾ അവന് കാപ്പി ഒട്ടും വെള്ളം ഒഴിക്കുന്നത് ഇഷ്ടമല്ല അവന്. അപ്പോൾ പാലിൽ കുറച്ച് ഒരു നുള്ള് പഞ്ചസാര ഇടുള്ളൂ, പിന്നെ കുറച്ച് കാപ്പിപ്പൊടി ഇട്ടാണ് ഉണ്ടാക്കാറ് കേട്ടോ. അപ്പം ഇന്നലെ സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ നിന്ന് കുറച്ച്, അപ്പം നമ്മൾ സാമ്പാർ വയ്ക്കുമ്പോൾ കുറച്ച് എടുത്ത് വെച്ച് പിറ്റേ ദിവസം ദോശ ഇഡ്ഡലി ഉണ്ടാക്കാറുള്ളേ പതിവ്. അപ്പോൾ കുറച്ച് ഞാൻ പകുതി എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി അതൊന്ന് ചൂടാറിയ അപ്പം ഞാനത് എടുത്ത് വയ്ക്കും. പിന്നെ ഇന്ന് പിന്നെ അപ്പം അത് കാരണം സുഖമാണ്, ദോശയ്ക്ക് കറിയൊന്നും ഉണ്ടാക്കണ്ടല്ലോ. അപ്പം ചില ദിവസം ചട്നിയും കൂടി ഉണ്ടാക്കും. അപ്പം ഇന്ന് ഞാൻ ചട്നി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അപ്പം ഇന്ന് ചട്നി പൊടി ഇരിപ്പുണ്ട്. അപ്പം അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ചെയ്യാറ്. അപ്പം അവന് ഉള്ള കാപ്പിയൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ അതേ നമ്മൾ സാമ്പാർ എടുത്ത് അതൊന്ന് ചൂടാക്കി എടുക്കണം. അതവിടെ ചെറിയ തീയിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും, ചൂടായി ഒന്ന് തിളപ്പിച്ചെടുക്കൂട്ടോ നന്നായിട്ട്. അപ്പം അതൊന്ന് തിളയ്ക്കുമ്പോഴേക്കും നമ്മൾ കുറച്ച് ചട്നിപ്പൊടി ഒരു പ്ലേറ്റിലേക്ക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എള്ളെണ്ണ ഒഴിക്കണം കേട്ടോ. കുറച്ച് എള്ളെണ്ണ ഒഴിച്ച് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ സാമ്പാർ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം അതും കൂടി ഒരു ബൗളിലേക്ക് എടുത്തു. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഇപ്പം തണുപ്പൊക്കെ കുറഞ്ഞ കാരണം ദോശമാവൊക്കെ റെഡിയായി കിട്ടുന്നുണ്ട്. നല്ലോണം പൊന്തിയൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ തണവായിരിക്കുമ്പോൾ ദോശമാവ് ഞാൻ അങ്ങനെ ഉണ്ടാക്കാറില്ല. അപ്പോൾ ഒട്ടും റെഡി ആവില്ല ദോശമാവ്. അപ്പോൾ ഒരു രസം ഉണ്ടാവില്ല കഴിക്കാനായിട്ട്. ഇപ്പം നല്ല ദോശയൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ദോശയിലേക്ക് ഞാൻ എണ്ണയാണ് ഒഴിക്കണത്. നെയ്യ് ഇപ്പോൾ ഒഴിക്കണില്ല, നെയ്യ് പറ്റണില്ല നെയ്യ്. അപ്പം എള്ളെണ്ണയാണ് കുറച്ച് ഒന്ന് ഒഴിക്കാറ് കേട്ടോ. അപ്പോൾ മൂത്താൾക്കുള്ള ദോശയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് പിന്നെ ഞാനും 2 ദോശ ഉണ്ടാക്കി. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടോ. അപ്പോൾ നടക്കാൻ പോയ കാരണം തോന്നുന്നു നല്ല വിശപ്പ്. അപ്പോൾ നമ്മൾ സെറ്റിയിൽ വന്നിരുന്ന് TV ഒക്കെ ഒന്ന് വെച്ച്, അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ 24 വെച്ച് ന്യൂസൊക്കെ ഒന്ന് കേട്ട് ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ഒരു സന്തോഷം അല്ലേ. അപ്പോൾ നമ്മൾ TV ഒക്കെ വെച്ച് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് കേട്ടോ.
പിന്നെ അതേ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മുടെ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയിട്ട് പിന്നെ ഉച്ചക്കലത്തേക്ക് ആറ്റുന്ന ഒരു ഒഴിച്ചുകറി, പിന്നെ ബീഫ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വരട്ടിയെടുക്കണം. അപ്പോൾ അത് കുറച്ച് നേരം ഉള്ളൊരു പണിയാണ്. അപ്പോൾ ബീഫ് വരട്ടി വെച്ച ഒരു 1-2 ദിവസം അവർ കഴിച്ചോളും. ഞാൻ നോൺ അങ്ങനെ കഴിക്കാറില്ല, ബീഫും കഴിക്കാറില്ല, മീനും ഒന്നും കഴിക്കാറില്ല. അപ്പം എനിക്ക് എന്തായാലും ഒരു പച്ചക്കറി വേണം. അപ്പോൾ ഞാൻ കുറച്ച് ചക്കക്കുരു വാങ്ങിച്ചു കൊണ്ടുണ്ടായിരുന്നു. അപ്പോൾ ചക്കക്കുരും ചീരയും വാങ്ങി വയ്ക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് ഉപ്പേരിയൊന്നും വേണ്ട. ആ ഒരു കറി, ഒരു വേറെ ഒരു അച്ചാറിൻ്റെ ഒരു കഷ്ണം അച്ചാറും കിട്ടിയ നമ്മൾ കുശാലായി. അപ്പം ഉള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ച് പിന്നെ അത് നമ്മൾ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചോറിനുള്ള വെള്ളമൊക്കെ ഇട്ട് അരിയൊക്കെ ഇട്ടതിന് ശേഷമാണ്. പിന്നെ ചക്കക്കുരു കുറച്ച് നേരം ഒന്ന് നന്നാക്കി എടുക്കാൻ കുറച്ച് നേരം വേണം. പിന്നെ നമ്മളിവിടെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കണ ചക്കക്കുരാണ്. അപ്പോൾ അത് വലിയ അത്ര ഫ്രഷ് ഒന്നുമല്ല. അപ്പോൾ അത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് ഒന്ന് ചെറുതായി വാടിയിട്ടൊക്കെ ഉണ്ടാവും. അങ്ങനെ നല്ല ഫ്രഷ് ചക്കക്കുരു ഒന്നല്ല കിട്ടാറ്. അപ്പം അതിന് കുറച്ച് നേരം പണി എടുക്കണം നമ്മൾ. അപ്പോൾ അതേ ചോറിനുള്ള വെള്ളമൊക്കെ ഇട്ട് പിന്നെ അതേ നമ്മൾ ചക്കക്കുരു കുറച്ച് മാത്രം മതിയാവും. കുറച്ച് ചീര ബാൽക്കണിയിൽ നിൽപ്പുണ്ട്. അപ്പം നമ്മുടെ ആവശ്യത്തിന് ഇപ്പം ചക്കക്കുരുവിലേക്ക് ഇടാനുള്ള അത്യാവശ്യമൊക്കെ കിട്ടും. കുറച്ച് മാത്രമേ ഉള്ളൂ, 2-3 കടയേ ഉള്ളൂ. എന്നാലും ഇതിലേക്ക് ഇട്ട് വെക്കാനുള്ള ചീരയൊക്കെ ഉണ്ടാവും അരിഞ്ഞാൽ. അപ്പം അതും കൂടിയിട്ട് നമുക്ക് ഒരു കറി ഉണ്ടാക്കാമല്ലോ. ഇത് കഴിക്കാനായിട്ട് നല്ല ഇഷ്ടമാണെങ്കിലും ഇത് തൊലി കളഞ്ഞ് ഒന്ന് വൃത്തിയാക്കി എടുക്കാൻ കുറച്ച് മടിയായിട്ടത്. അപ്പോൾ അതേ നമ്മൾ തൊലിയൊക്കെ കളഞ്ഞത് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചാൽ അതൊന്ന് പിന്നെ ഒന്ന് കത്തി വെച്ചിട്ടൊന്ന് ചിരണ്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്ത് ഒന്ന് ചില ചക്കക്കുരു വാങ്ങിക്കണത് അങ്ങനെ വെന്ത് കിട്ടില്ല പെട്ടെന്ന്. അപ്പോൾ നമ്മൾ ഇതേ കുക്കറിലൊക്കെ തന്നെ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായി കഴുകി കുക്കറിലേക്ക് ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അപ്പോൾ അതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ അതേ അതൊക്കെ ഒന്ന് വെന്ത് വരുമ്പോഴേക്കും നമ്മുടെ ബാൽക്കണിയിലുള്ള ചീരയും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് മരുന്നടിച്ചത് ഒന്നുമില്ലാത്ത നല്ല ഫ്രഷായ ചീര തന്നെയാണ്. പിന്നെ ഇവിടെ കുറച്ച് ഇങ്ങനെ പൊടിക്കാറ്റൊക്കെ ഉള്ള കാരണം ചെറുതായി പൊടിയൊക്കെ ഉണ്ടാവും. ചെറിയ പ്രാണികളൊക്കെ ഒന്നും ഉണ്ടോയെന്ന് നോക്കിയാൽ മതി. അപ്പോൾ നമ്മുടെ ബാൽക്കണിയിലുള്ളതാകുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാമല്ലോ. അപ്പോൾ ഓരോ ചട്ടിയിലും ഇങ്ങനെ ഒരു കട അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് അധികം അല്ലാണ്ടൊന്നുമില്ല, കുറച്ചുണ്ട്.
ചീരയൊക്കെ ഞാൻ ദേ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ അതൊന്ന് ഇനി നന്നായി കഴുകിയിട്ടൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോഴേക്കും ദേ ചക്കക്കൂരൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ദേ ഒരു ചട്ടിയിലേക്ക് മാറ്റി. പിന്നെ നമ്മൾ ചീരയും നന്നായി കഴുകി ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു പച്ചമാങ്ങയാണ്, പുളിക്ക് ആവശ്യമുള്ള മാങ്ങയാണ് ചേർക്കണത്. അപ്പോൾ ഇതേ മാങ്ങ ഇട്ടു. പിന്നെ ആവശ്യത്തിന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് വേവിക്കാനായിട്ട് വെക്കാട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഏകദേശം ഒരു അരമുറിയോളം നാളികേരം നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ കറിയൊക്കെ നല്ലോണം തിളച്ച് ചീരയും ആ മാങ്ങയൊക്കെ ഒന്ന് വെന്ത് വന്നപ്പോൾ നമ്മൾ അരച്ച് വെച്ചുള്ള അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി ഒന്ന് നല്ലോണം ഒന്ന് തിളച്ച് വരുമ്പോൾ താളിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ കറി ഇതൊന്ന് തിളച്ച് വന്നിട്ടിപ്പോൾ ഞാൻ കടുകും വറ്റൽമുളകും ഇട്ട് ഒന്ന് താളിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചക്കക്കുരും ചീരി മാങ്ങയും റെഡിയായി. ഇനി ഇതേ നമ്മൾ ബീഫ് വരട്ടാനായിട്ട് കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് അധികം വേണം ചെറിയുള്ളി. സവാള എടുക്കണില്ല, ചെറിയുള്ളിയും വെളുത്തുള്ളിയും. അപ്പോൾ ഒരു ഉണ്ടി മുഴുവനായിട്ട്, പിന്നെ ഒരു ഉണ്ടര പകുതിയാണ് ഞാൻ എടുക്കുന്നത്. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുക്കുന്നുണ്ട്. പിന്നെ ഒരു 5-6 പച്ചമുളകും പിന്നെ ആവശ്യത്തിന് കറിവേപ്പില ഇട്ടാ. അപ്പം ഇത്രയാണ് എടുക്കണത്. അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് തൊലി കളഞ്ഞ് നന്നായി കഴുകിയിട്ട് ഒന്ന് 2-3 കഷ്ണങ്ങളായി, ഇത്തിരി വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ. ഇത് ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ അതേ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്കൊരു 5-6 പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ചധികം കറിവേപ്പിലയും. ഇതൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കാം കേട്ടോ. ഇതിലേക്ക് ഈ ബീഫ് ഇങ്ങനെ വരട്ടതിലേക്ക് തക്കാളി ഇടാറില്ല, മല്ലിപ്പൊടി ഇടാറില്ല. അപ്പം ഇത് ഇങ്ങനെ ചെയ്യാത്തവർ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കണേ, ഇങ്ങനെ തന്നെ ചെയ്യൂ. അത്ര ടേസ്റ്റാണ് ഈ ബീഫ് വരട്ടിയതിന് കേട്ടോ. അപ്പം നമ്മൾ ഇങ്ങനെ ചെറിയ ഉള്ളി നല്ലോണം കനം കുറച്ച് അരിയൊന്നും വേണ്ട, ഒന്ന് വെറുതെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ. അതുപോലെ തന്നെ വെളുത്തുള്ളിയും എല്ലാതും. അപ്പം നമ്മളിത് ചെറിയുള്ളിയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബീഫ് കഴുകി അത് വെള്ളം വരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ കുക്കറിലേക്ക് കഴുകിയെടുത്ത ബീഫ് ഇട്ടു. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചുള്ള ചെറിയുള്ളി ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും അത് എല്ലാതും ഒരുമിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇത്ര ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും ഇത്രയാണ് ഇതിലേക്ക് ചേർക്കണത്. അപ്പം മുളക് പൊടിയൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് എടുക്കുക. അപ്പോൾ നമുക്കിത് ഇങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ അറിയാം, അങ്ങനെ കളർ കാണുമ്പോൾ അറിയാം കേട്ടോ. അപ്പോൾ മുളക് പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലോണം ഒന്ന് തിരുമ്പി എടുക്കണത്. അപ്പം എല്ലാം കൂടി നന്നായി തിരുമ്പി വേവിച്ചെടുക്കണം. അപ്പം അതേ ബീഫൊക്കെ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതേ നമ്മൾ വേറൊരു പാൻ വെച്ച് അതിലേക്ക് ഒരു 2 സ്പൂണൊക്കെ ഉണ്ടാവും നിറച്ച്, വലിയ സ്പൂൺ കൊണ്ട് നിറച്ച് കുരുമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3 ചെറിയ സ്പൂൺ പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട് കേട്ടോ. 3-3.5 സ്പൂണോളം പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. അപ്പം അതൊന്ന് ചെറിയ തീയിലൊന്ന് വറുത്തെടുത്തു കേട്ടോ. അപ്പം കരിഞ്ഞു പോവാതെ ഒന്ന് ചെറിയ തീയിൽ അതൊന്ന് വറുത്തെടുക്കുക. എന്നിട്ട് അത് നന്നായി ചൂടാറിയതിന് ശേഷം പൊടിച്ച് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പം ഇതേ വേറൊരു ചീഞ്ചട്ടി വെച്ച് നമ്മൾ വേവിച്ച് വെച്ചുള്ള ബീഫില്ലേ
അപ്പം അത് ഈ ചീഞ്ചട്ടിയിലേക്ക് മുഴുവനായിട്ട് തട്ടി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒട്ടും എണ്ണ ഒന്നും ഒഴിക്കണ്ട. ചീഞ്ചട്ടിയിലേക്ക് ബീഫ് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തു കേട്ടോ അതിലേക്ക്. അപ്പം നമ്മളിലേക്ക് കുറച്ച് വെള്ളമുണ്ട്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ കുക്കറ് ഒട്ടും വെള്ളം ഇല്ലാണ്ട് അടിക്കാൻ പറ്റില്ല, അത് വിസിൽ വരില്ല. അപ്പോൾ ഞാനൊരു 1/4 ഗ്ലാസ്സിനായിട്ടും കുറച്ച് കുറവായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഇച്ചിരി വെള്ളം ഇല്ലെങ്കിൽ കുക്കർ വിസിൽ വരില്ല കേട്ടോ. അപ്പം അതുകൊണ്ടാണ്. ചില കുക്കറിനൊന്നും കുഴപ്പമുണ്ടാവില്ല. അപ്പം ഒട്ടും വെള്ളം ഇല്ലാണ്ട് ഇങ്ങനെ അടിച്ചെടുക്കുന്നതാവും കൂടുതൽ നല്ലത്. അപ്പം ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട്. അത് കാരണമാണ് അങ്ങനെ വെള്ളം കൂടുതലായ പോലെ തോന്നുന്നത്. പക്ഷെ അത് നമ്മൾ ചീഞ്ചട്ടിയിൽ ഒഴിച്ച് അതൊന്ന് നന്നായി ഒരുവിധം വറ്റി വന്നപ്പോൾ നമ്മൾ പൊടിച്ച് വെച്ചുള്ള പെരുംജീരകം കുരുമുളകല്ലേ, അപ്പം അത് ആ പൊടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്കതിലേക്ക് ഒരു 2 സ്പൂണോളം ചെറിയ സ്പൂൺ കൊണ്ട് 2 സ്പൂണോളം ഗരം മസാലയും ചേർക്കാം കേട്ടോ. നമ്മൾ വെള്ളമൊക്കെ ഒന്ന് വറ്റിയൊന്ന് കുറുകി വരുമ്പോഴാണ് നമ്മൾ പൊടിച്ച് വെച്ചുള്ള പെരുംജീരകവും കുരുമുളകും കൂടിയുള്ള പൊടിയും പിന്നെ ഗരം മസാലയും ചേർക്കേണ്ടത് കേട്ടോ. പിന്നെ വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് വരട്ടിയെടുക്കുക. അപ്പം ഇതിൽ അത്യാവശ്യത്തിന് നെയ്യൊക്കെ ഉള്ളതാണ്. അപ്പം അതിൽ കാരണം ഞാൻ വെളിച്ചെണ്ണ ഒന്നും ചേർക്കണില്ല. പിന്നെ ഇതിൽ വേറെ വഴറ്റ് ഒന്നും നമ്മൾ ചെയ്യണില്ല കേട്ടോ. അപ്പം എല്ലാം കൂടി കുക്കറിലിട്ട് അടിച്ചെടുത്തിട്ട് പിന്നെ നമ്മൾ ചീഞ്ചട്ടിയിൽ ഒട്ടും വെളിച്ചെണ്ണ ഒന്നും ഇല്ലാണ്ട് അതിലേക്കിട്ട് പിന്നെ നമ്മൾ പൊടിച്ച് വെച്ച പൊടിയും പിന്നെ ഗരം മസാലയും ചേർത്ത് ഇങ്ങനെ ചെറിയ തീയിൽ അങ്ങനെ വരട്ടിയെടുക്കണം ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ബീഫൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല കറുത്തിരിക്കണം നല്ല ബീഫ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരും വരെ ബൈ.